ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് കട്ട് ബീഡ്സിൻ്റെ ക്ലാസ്സാണ്. കട്ട് ബീഡ്സ് ഇതുപോലെ പല കളറുകളിലും നമുക്ക് കടയിൽ നിന്നും ലഭിക്കും. കട്ട് ബീഡ്സ് തരി പോലെ ഇരിക്കുന്ന കട്ട് ബീഡ്സും ഉണ്ട്, വലിപ്പം കൂടിയ കട്ട് ബീഡ്സും ഉണ്ട്. ഈ നീഡിലാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് 1 ത്രെഡിൻ്റെ നീഡിലാണ്. തുടക്കക്കാർ ഇത് വെച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ബീഡ്സ് നീഡിൽ ഉപയോഗിക്കാൻ. ഇതുപോലെ ഒരെണ്ണം എടുത്ത് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്ത് പോകാൻ, പിന്നെ 2 വെച്ച് അങ്ങനെ കൂട്ടി എടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ. പ്രാക്ടീസ് ആയതിനു ശേഷം ഈ നീഡിൽ ഉപയോഗിക്കണം. ഒരു ഷുഗർ ബീഡ്സ്, ഒരു കട്ട് ബീഡ്സ് എന്ന രീതിയിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ആദ്യം ഒരു ബീഡ്സ് ഇടണം, പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ ബീഡ്സ് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, പിന്നെ ബീഡ്സ് ഇട്ടിട്ട് അടുത്ത് തന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്. ആ രീതിയിൽ വേണം ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ. നമ്മളെപ്പോഴും ഔട്ടർ ലൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ ബീഡ്സ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കട്ട് ബീഡ്സിൻ്റെ എഡ്ജ് ബ്ലേഡ് പോലെ ആയതിനാൽ നൂല് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്ന അത്ര എളുപ്പമല്ല കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കട്ട് ബീഡ്സ് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കൂ. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇവിടെയായിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു ഷുഗർ ബീഡ്സും 2 കട്ട് ബീഡ്സും ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നെക്കിനും സ്ലീവിനൊക്കെ ബോർഡർ സ്റ്റിച്ചായിട്ട് ഇത് യൂസ് ചെയ്യാം. നമുക്ക് ഒരു പിക്ചറിന് ഔട്ടർ ലൈൻ സ്റ്റിച്ച് ചെയ്യും. നമ്മൾ പിക്ചർ എങ്ങനെയാണ് വരയ്ക്കുന്നത് ആ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇവിടെയായിട്ട് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കണം. ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്തു, പിന്നെ ഈ ഒരു പെറ്റലിൻ്റെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തു. ത്രെഡ് കട്ട് ചെയ്യാതെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ഇവിടെ എൻഡ് നോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇവിടുന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. ഓരോ ബീഡ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഒരു ബീഡ്സ് ഇടുക, അടുത്തതിന് സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും ഒരു ബീഡ്സ്, ഒരു സ്റ്റിച്ച്,
ആ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇവിടെ ഒരു ബീഡ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇവിടെ ഈ ഒരു കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. കാണിച്ചു തരാം. ഈ കട്ട് ബീഡ്സിൻ്റെ ഈ ഒരു സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോകണം. ഈ ഒരു രീതിക്കും സ്റ്റിച്ച് ചെയ്യാം, അല്ലാണ്ട് വേറെ രീതിക്കും സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. ഈ രണ്ട് കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഒരു ബീഡ്സ് അവിടെ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു രീതി നമ്മൾ ലോട്ടസിൻ്റെ ഒക്കെ സൈഡ് പെറ്റൽ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഇവിടെ ഈ കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. എൻഡ് എത്തുമ്പോൾ കട്ട് ബീഡ്സിന് വലുപ്പ് വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഈ ഒരു കോർണർ രണ്ടാമത് പറയുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് പിന്നെ ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ രണ്ട് കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഞാൻ സ്റ്റിച്ച് കൊടുത്ത് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. രണ്ട് കട്ട് ബീഡ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. രണ്ട് കോർണറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കി മനസ്സിലാക്കും. ഇവിടെയായിട്ട് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണേ.